ബന്ധപ്പെട്ടപ്പോൾ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ഹാറൂൻ റഷീദും അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അപ്പൊ ആഗതനായ ഷാമുകാരനായ വ്യക്തി ഹാറൂൻ റഷീദിനോട് പറയുകയാണ്, മുമ്പ് വന്ന ഒരു രൂപത്തിലുള്ള ഒരു രൂപമല്ല ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളടുത്തുനിന്ന് പോയതിനു ശേഷം പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ 2 കോപ്പികൾ ഞാൻ സ്വീകരിച്ചു. പരിശുദ്ധ ഖുർആനിൽ നിന്ന് 2 കോപ്പി സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് വളരെ പ്രധാനമായ രീതിയിലൊക്കെ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി, അത് ഉൾക്കൊണ്ടു. അങ്ങനെ ഒരു പൂർണ്ണമായ മുസൽമാനായിക്കൊണ്ട് നിന്റെ മുമ്പിൽ വരുന്നു. ഹാറൂൻ റഷീദ് ചോദിക്കുന്നു, എന്താണ് നിന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം ഖുലൂബുഹും അഖ്ഫാലുഹാ. പരിശുദ്ധ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങളെ മനസ്സൊക്കെ പൂട്ടിയിരിക്കുന്നോ എന്നുള്ള ആയത്ത് എന്നെ വളരെയധികം ആകർഷിച്ചു. രണ്ടാമത്തത്, ഇതിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു വൈരുദ്ധ്യത്തെ കുറിച്ച് കാണാൻ സാധിക്കുകയില്ല എന്ന വചനം എന്നെ വളരെയധികം ആകർഷിച്ചു. ഇത് വെച്ചുകൊണ്ട് ഞാൻ പഠനം നടത്തി പരിശുദ്ധ ഖുർആനിന്റെ ഒരു വക്താവായിക്കൊണ്ടും ഇസ്ലാമായിക്കൊണ്ടാണ് ഞാൻ കടന്നു വന്നത് എന്ന്. കൂനൂ റബ്ബാനിയീൻ ഇൻ കുന്തും തുഅല്ലിമൂനൽ കിതാബ വമാ കുന്തും തദ്റുസൂൻ. വിശ്വാസികളായ നമ്മളോടാണ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്. പരിശുദ്ധ റമളാൻ മാസം നമ്മളുടെ അടുത്തേക്ക് സമാഗതമായിരിക്കുന്നു. ഈ പരിശുദ്ധ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. നോക്കി, ഫന്നാർ 25,000 റിയാൽ കൊടുത്താൽ ഖത്തറിൽ ഇത്തരം സൗകര്യത്തിലുള്ള ഒരു ദഅവാ പ്രവർത്തനം നടത്താനുള്ള സൗകര്യം അള്ളാന്റെ ദുനിയാവിൽ കിട്ടുകയില്ല. ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത്രയധികം സൗകര്യങ്ങളോടുകൂടി ഇത് കേൾക്കാനും പറയാനുമുള്ള അനുഗ്രഹീതമായ അവസരങ്ങൾ നൽകിയോടത്തൊരു ചോദ്യമുണ്ട്. അലം യഗ്നിൽ ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബു ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. സൂറത്ത് ഹദീദിലാണ് ഈ ആയത്ത്. ഈ സംഭവം പറയുമ്പോൾ വളരെ വ്യക്തമായി നമ്മളെ കണ്ണലിയിപ്പിക്കേണ്ട ഒരു സംഭവമുണ്ട്. തയ്യ് ഗോത്രക്കാരിയായ ഹാത്തിമിന്റെ പുത്രി ഹസീനയെ കുറിച്ച് ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ആരാണ്? അദിയിന്റെ സഹോദരിയാണ് ഹസീന. ഈ അദിയ് ഗോത്രക്കാരിയാണ് ഹസീന. അത് തൊയ്യ് ഗോത്രക്കാരിൽപ്പെട്ട ആ സ്ത്രീയെ മദീനയിൽ പിടിച്ചുകൊണ്ടുവന്നു. അവസാനം നബി തിരുമേനിയോട് അവർ പറഞ്ഞു, ഞാൻ ഈ തൂണുമ്മ നിന്നുകൊണ്ട് സൂറത്ത് താഹയുടെ വചനങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓതുന്നത് കേട്ടു. 3 ദിവസമായിരുന്നു മദീന പള്ളിയിൽ അവരുണ്ടായിരുന്നത്. നബി തിരുമേനിയോട് പ്രഭാത നമസ്കാരത്തിന് ശേഷം വന്നിട്ട് ഹസീന പറയുകയാണ്, എന്നെ നിങ്ങൾ വിടുക, ഏതെങ്കിലും ഒരു കച്ചവടക്കാരായ സംഘം വരുന്നവരോ കൂടെ എന്നെ പറഞ്ഞയക്കുക. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യ് ഗോത്രത്തിലേക്ക് അവരെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ കടന്നു ചെന്നു. എങ്ങോട്ട്? ഓടിപ്പോയ സഹോദരനായ അദീനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അദീ മണ്ട, നീ എന്തിനാണ് ആ കൂട്ടർ വന്നപ്പോൾ ഓടിപ്പോയത്? എന്നെ അവര് പിടിച്ചു കൊണ്ടുപോയി. ലോകാത്ഭുതങ്ങളായ അനുഗ്രഹീതമായ മുത്തുപോലെയുള്ള വചനങ്ങൾ കേട്ടുകൊണ്ടാണ് മുസൽമാനായിക്കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീയും ആ പ്രവാചകന്റെ അടുത്ത് പോകണം. അങ്ങനെയാണ് അദീ ഇബ്നു ഹാത്തിമിന്റെ ചരിത്രവും അവിടുത്തെ സംഭാഷണവും ചരിത്രത്തിൽ വളരെ വിശാലമാണ്. ആ അദീ ഇസ്ലാമാകാൻ കാരണം സഹോദരിയായിരുന്നു. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. ഖുർആനിന്റെ മാസമാണ്, ധന്യമായ മാസമാണ്. ആ ധന്യമായ മാസത്തെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, മനുഷ്യനെ നേരെ ചൊവ്വയായി കൊണ്ടുപോകാൻ ലോകത്തുള്ള ശാന്തി നൽകുന്ന, ശാന്തനം നൽകുന്ന, സമാധാനം നൽകുന്ന, രാഖത പറഞ്ഞു തരുന്ന, ശഫാഅത്ത് നൽകുന്ന എല്ലാമായ അനുഗ്രഹങ്ങളുടെ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, നന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം പാരായണം ചെയ്യുക, ആ ഗ്രന്ഥം പഠിക്കുക. അതിനുള്ള ഒരു ധന്യമായ മുഹൂർത്തത്തിലുള്ള ഒരു സന്ദേശമാവട്ടെ എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട വാക്കുകൾ. ഇതിനുള്ള അവസരങ്ങൾ നൽകിയ സംഘാടകരോട് നന്ദിയും സർവശക്തനായ തമ്പുരാനോട് എല്ലാ നിലക്കുമുള്ള ശുക്രും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മളുടെ സുഹൃതമായ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.